എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. കുറച്ച് ദിവസമായിട്ട് മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും തുടരുന്നു. ഇന്ന് പറയുന്ന ശ്ലോകത്തിൽ ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിക്കുവാൻ ഒരു ഗുരുവിനെ എങ്ങനെ സമീപിക്കണം, ഗുരുവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യമാണ് ഇവിടെ ശങ്കരാചാര്യർ സൂചിപ്പിച്ചിട്ടുള്ളത്. തമാരാധ്യ ഗുരും ഭക്ത്യാ പ്രക്വഹ പ്രശ്രയസേവനൈഃ പ്രസന്നം തമനുപ്രാപ്യ പൃച്ഛേജ്ഞാതവ്യമാത്മനഃ. ഭക്തിയോടും നമ്രതയോടും സവിനയവാക്യത്തോടും സേവനത്തോടും കൂടി ഗുരുവിനെ ആരാധിച്ച് അദ്ദേഹം പ്രസന്നനാകുമ്പോൾ യഥാവിധി സമീപിച്ച് ആത്മാവിനെക്കുറിച്ച് തനിക്ക് അറിയേണ്ടത് എന്തെന്നാൽ അത് ചോദിക്കണം. ഭക്തിയോടുകൂടി. ഭക്തി എന്ന് പറഞ്ഞാൽ സർവം സമർപ്പണം എന്നാണ് അർത്ഥം. ഈശ്വരഭക്തി എന്ന് പറയുമ്പോൾ ഈശ്വരനിൽ സർവം സമർപ്പിക്കുക. ഈശ്വരഭക്തി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അറിവിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി ഗുരുവിനെ സർവം സമർപ്പിക്കുന്നു. അറിവ് ലഭിക്കാൻ വേണ്ടി. ഗുരു സർവജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിൽ നിന്ന് കിട്ടേണ്ടതായ കാര്യങ്ങൾ എനിക്ക് വേണം എന്ന ഭാവത്തിൽ ഇരിക്കുന്ന അവസ്ഥ, അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. അതായത് അറിവിന് വേണ്ടി സർവം സമർപ്പിക്കുന്ന, മനസ്സാ വാച കർമ്മണ സമർപ്പിക്കുന്ന ഭാവം. നമ്രതയോടും, നമ്രത പറഞ്ഞാൽ തലകുനിഞ്ഞ്, സവിനയവാക്യത്തോടും, വിനയമായ വാക്യത്തോട്. അതായത് ഇന്നത്തെ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണത്. ഈ വിനയം എന്താണ്, വിനയം എന്നുള്ളത്. വിനയം എന്ന് വെച്ചാൽ പരാജയമാണ്, മറ്റുള്ളവരുടെ മുന്നിൽ താൻ താഴ്ന്നു നിൽക്കുന്നവനാണ് എന്നൊരു തോന്നലാണ്. അതല്ല. വിനയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ ഉണർത്തി കാണിക്കുന്നൊരു കാര്യമാണ്. വിനയത്തോടുകൂടി എല്ലാവരോടും പെരുമാറുക. അങ്ങനെ പെരുമാറുമ്പോൾ അവർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നും. അത് നമ്മുടെ പരാജയമോ നമ്മൾ കൊള്ളരുതാത്തവനായതുകൊണ്ടോ അല്ല. അങ്ങനെയൊക്കെയാണ് ഇന്ന് ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഗുരുവിനോട്, സ്കൂൾ വിദ്യാർത്ഥികൾക്കൊന്നും അതിനെപ്പറ്റി അറിയുന്നില്ല തോന്നുന്നു. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ആധ്യാത്മിക കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ബാക്കി വിഷയങ്ങളെക്കുറിച്ചല്ല. അപ്പം ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു പഠിതാവ് ഇതൊക്കെ പാലിച്ചേ മതിയാകൂ. കാരണം ഇത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല, ആധ്യാത്മികമായ അറിവിന് വേണ്ടിയിട്ടാണ്. അറിവ് എന്ന് പറയുമ്പോൾ ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് വേണം ഗുരു അത് തരാൻ. അങ്ങനെ ശുദ്ധമായ മനസ്സോടും വിശാലമായ മനസ്സോടും നമുക്ക് വേണ്ടി അത് തരുന്ന സമയത്ത് ഗുരുവിനെ സന്തോഷിപ്പിക്കണം. അഥവാ ഗുരു സന്തോഷിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് എന്ന് സാരം. പൂജ്യന്മാരോടുള്ള അനുരാഗമാണ് ഭക്തി. ഇവിടെ പറയുന്നു ഭക്തി മറ്റൊരു അർത്ഥം പറയുന്നു, പൂജ്യന്മാരോടുള്ള അനുരാഗം. ഈ അനുരാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥമല്ല. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് അനുരാഗമുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭാവാർത്ഥമല്ല ഇവിടെ. അനുരാഗം എന്തെന്നില്ലാത്ത ഒരു സ്നേഹം, അടുപ്പം പൂജ്യന്മാരോട്, പൂജ്യരായിട്ടുള്ള സജ്ജനങ്ങളോട് നമുക്കുണ്ടാവുള്ളൂ. ഇപ്പോൾ അങ്ങനെയുള്ള ഫാൻസ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ രൂപത്തിൽ ഒരു തരം ഫാൻസ് തന്നെയാണത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? ഭക്തി എന്ന് പറഞ്ഞാൽ പൂജ്യന്മാരോടുള്ള, പൂജിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളോടുള്ള അനുരാഗം അല്ലെങ്കിൽ ഇഷ്ടം, അതാണ് ഭക്തി. ഭക്തിയെ ദ്യോതിപ്പിക്കുന്ന നമ്രകായവും, ഭക്തിയെ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് നമ്രകായം, തലകുനിച്ച് നിൽക്കുന്ന ശരീരം, തലകുനിച്ച് നിൽക്കുക. ബദ്ധാഞ്ജലി, കൈകൂപ്പി നിൽക്കുക. ഇതൊക്കെ ഭക്തിയെ സൂചിപ്പിക്കുന്ന ബാഹ്യചേഷ്ടകളാണ്. പിന്നെ ആരാധകന്റെ മനസ്സും കായവും വാക്കും ശുദ്ധമായിരിക്കണം എന്നിവിടെ സൂചിപ്പിക്കുന്നു. ആരാധകൻ്റെ, ആരായി ആരാധകൻ? ഗുരുവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന, ബഹുമാനിക്കുന്ന, പഠിക്കാൻ വന്ന പഠിതാവ്. അവരുടെ എന്തൊക്കെ വേണം? വാക്ക്,
ശരീരം, മനസ്സ്. മനസ്സും കായവും വാക്കും. കായം എന്ന് പറഞ്ഞാൽ ശരീരം. മനസ്സ് ശുദ്ധമായിരിക്കണം, വാക്കും ശുദ്ധമായിരിക്കണം. കായം, ശരീരം എങ്ങനെ ശുദ്ധമാക്കാം? കുളിച്ചാൽ മതിയോ? കുളിക്കണം, അത് നിർബന്ധമാണ്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പറയാറില്ല ബോഡി ലാംഗ്വേജ് എന്ന് പറയില്ലേ? പലരും അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ട അയാളുടെ ഉദ്ദേശം ഇതാണ് എന്നൊക്കെ പറയില്ലേ? അതെ, ശാരീരിക ചലനങ്ങളുടെ അർത്ഥം. ചില ആൾക്കാർ, അത് നമുക്ക് തന്നെ അറിയാം, ചിലപ്പോൾ ചില ആൾക്കാരുടെ മട്ടും ഭാവവും നടപ്പവും കണ്ട് എന്തൊരു അഹങ്കാരമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ചില ആൾക്കാർ വളരെ വിനയാന്വിതനായിട്ടിരിക്കുന്നത് കാണാം. ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട്. നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അതിന് വലിയ മനഃശാസ്ത്ര വിദഗ്ധനാവുകയൊന്നും വേണ്ട. ഈ ബോഡി ലാംഗ്വേജ്, അതാണ് ഇവിടെ പറയുന്നത്. ഗുരുവിൻ്റെ മുന്നിൽ ചെല്ലുന്ന സമയത്ത് ഈ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. അല്ല അഹങ്കാരഭാവത്തോടു കൂടി ഗുരു വരുമ്പോൾ കാലുമ്പോൾ കാല് കയറ്റി വെക്കിയിരിക്കുക എന്നിത്യാദി കാര്യങ്ങളൊന്നും ചെയ്യരുത്. വളരെ വിനയത്തോടുകൂടി അഞ്ജലി കൂപ്പിക്കൊണ്ട്, കൈകൾ കൂപ്പിക്കൊണ്ട് ഭക്തിപൂർവം തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥ, അത് ശുദ്ധമായിരിക്കണം. ഈ ആധ്യാത്മിക ജ്ഞാനത്തിനുള്ളതാണ് അതൊക്കെ. പിന്നെ ഭാഷ ശുദ്ധിയായിരിക്കണം. ഭാഷാശുദ്ധി എന്ന് പറഞ്ഞാൽ മിക്കവാറും ആധ്യാത്മിക പഠനത്തിന് പോകുന്നവരൊക്കെ സംസ്കൃതം കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. സംസ്കൃതം പഠിച്ചാൽ സംസ്കാരം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിരവധി അധ്യാപകന്മാരിങ്ങനെ നിരത്തി നിർത്തി അവരുടെ ഓരോരുത്തരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ ഈ സംസ്കൃത അധ്യാപകൻ്റെ അടുത്തെത്തി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ആ ഭാഷാപ്രയോഗവും പെരുമാറ്റവും വളരെ വ്യത്യസ്തമായിരിക്കും. കാരണം ഭാരതീയ സംസ്കാരത്തിൻ്റെ കാതലാണ് സംസ്കൃത ഭാഷ. സംസ്കൃത ഭാഷ ശുദ്ധീകരിച്ചതാണ്. സംസ്കൃത ഭാഷയിൽ ഈ അനാവശ്യം പറയാനൊന്നും കഴിയില്ല. അനാവശ്യ വാക്കുകളുണ്ടെങ്കിലും അത് മറ്റുള്ളവരിൽ പ്രകോപനം സൃഷ്ടിക്കില്ല. ഇനി അർത്ഥം അറിഞ്ഞാലും പ്രകോപനം സൃഷ്ടിക്കില്ല. കാരണം ഇത് ശുദ്ധീകരിച്ചതായതുകൊണ്ട് ശുദ്ധീകരിച്ച ഒന്നിനെ മലിനമായി ഉപയോഗിക്കാൻ സാധ്യമല്ല. അതാണ്. അതിന് മറ്റു വല്ല ഭാഷയും വേണം. ഒരാളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വല്ലതും പറയണമെങ്കിൽ മറ്റു വല്ല ഭാഷയും വേണം. സംസ്കൃത ഭാഷ പറ്റില്ല. അപ്പോൾ സംസ്കൃതം പഠിക്കണം എന്ന് ആദ്യം തന്നെ പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സംസ്കൃതം പഠിച്ചാൽ സംസ്കാരം ഉണ്ടാകും. അങ്ങനെ ആ സംസ്കാരത്തോടു കൂടി വേണം ആധ്യാത്മികമായ വിഷയങ്ങൾ ഗുരുവിൽ നിന്നും പഠിക്കാൻ ചെല്ലാൻ. അപ്പോൾ ഗുരുവിനോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇവർക്ക് അറിയാം. ഈ പഠിതാവിനറിയാം. തലകുനിച്ച് തൊഴുത് പാദം തൊട്ട് നമസ്കരിച്ച് തനിക്കറിയാനുള്ള കാര്യങ്ങളെല്ലാം ഗുരുവിനോട് ചോദിച്ച് ഗുരുവിന് സന്തോഷമുള്ള സമയത്ത് ചോദിക്കണമെന്നാണ് പറയുന്നത്. അതായത് മനസ്സംഘർഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല ആധ്യാത്മികത. അത് ഏതും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങൾ. കാരണം ഇത് വളരെ ആഴത്തിൽ ചെന്ന് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് എടുത്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇതൊരു സാഗരമാണ്. ഏത് വഴിക്ക് പോയാലും ഒരു സ്ഥലത്ത് തന്നെ എത്തണം. എന്ത് ഉദാഹരണം പറഞ്ഞാലും എന്ത് കഥ പറഞ്ഞാലും അവസാനം ഒന്നിൽ തന്നെ എത്തണം. പ്രകൃതി പുരുഷ ബന്ധത്തിലെത്തണം. മാറ്റർ ആൻഡ് എനർജി. അതെങ്ങനെയെന്നുള്ളത് പിന്നെ പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗുരു ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കാൻ ഒരു ഗുരുവിനെ എങ്ങനെ സമീപിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബാക്കി അടുത്ത ഭാഗം. നന്ദി, നമസ്കാരം.